الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدق الله العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നമ്മുടെ ജീവിതത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ സന്മാർഗം അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നാം ഉള്ളത്. നാം മനസ്സിലാക്കിയതുപോലെ ഭൗതികാർത്ഥത്തിലുള്ള തയ്യാറെടുപ്പ് എന്നതിനേക്കാൾ ആത്മീയ തലത്തിലുള്ള തയ്യാറെടുപ്പുകൾക്ക് സന്നദ്ധരായിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ജുമായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ശഅബാനിന്റെ മാസങ്ങളിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസത്തെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരാവരുത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായ ബർക്കത്തുകൾ, പ്രത്യേകതകൾ ആ ശഅബാൻ മാസത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു പ്രത്യേകം ഒരുക്കി വെച്ചിട്ടുണ്ട്. റമളാനിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി കൊണ്ടാണ് ശഅബാൻ മാസത്തെ നമ്മൾ കാണേണ്ടത്. ذلك الشهر يغفل الناس عنه بين رجب ورمضان. ഈ റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസത്തെ കുറിച്ച് ആളുകൾ അശ്രദ്ധരാണ്, ഗഫലത്തിലാണ്. ആ ശഅബാൻ മാസം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാൽ. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം
ആ അടിമയുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിലേക്ക് അല്ലാഹു ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അതുകൊണ്ട് തന്നെ റസൂല് ആഗ്രഹിച്ചിരുന്നു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, എന്റെ പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ ഉയർത്തപ്പെടുമ്പോൾ വ അന സ്വായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ കർമ്മങ്ങൾ ഉയർത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. അതായത് ശഅബാനിൽ തന്നെ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി തുടങ്ങുക. ശഅബാൻ മാസത്തിൽ തന്നെ അതിന്റെ പ്രത്യേകതയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് മാനസികവും ആത്മീയവുമായി കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. കഴിഞ്ഞ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നത്. ഈ മാസം ഒരു കർഷകന് ഒരു കൃഷിഭൂമി കിട്ടിയ, നല്ല വളക്കൂറുള്ള ഒരു മണ്ണ് കിട്ടിയ, അതിൽ വിത്തിറക്കുന്നതിന്റെ മുമ്പ് ആ കർഷകൻ ആ മണ്ണിനെ ഒന്ന് ഇളക്കി മറിച്ച് വിത്തിട്ട്, ആ വിത്തിട്ട് ഫലം കൊയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അതിനാവശ്യമായ വെള്ളം നൽകും, ആവശ്യമായ വളം ഇട്ട് കൊടുക്കും. വെള്ളവും വളവും ചേർത്തിട്ട് അതിന്റെ പരിസരത്തുണ്ടാവുന്ന കളകൾ പറിച്ചു മാറ്റും. കളകൾ പറിച്ചു മാറ്റാൻ വേണ്ടി നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യും. എന്നിട്ട് ഈ വിത്ത് മുളച്ച് പൊന്തി വന്ന് ഫലം കൊയ്തെടുക്കുന്ന ഒരു സമയമുണ്ട്. യഥാർത്ഥത്തിൽ ഫലം കൊയ്തെടുക്കാനുള്ള സമയമാണ് റമളാൻ. യഥാർത്ഥത്തിൽ ഫലം കൊയ്തെടുക്കുന്നതിന്റെ മുമ്പ് കർഷകൻ അതിന് പാകമായ സ്വഭാവത്തിൽ മണ്ണൊരുക്കുന്ന സമയമാണ് ശഅബാൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇതുപോലെ ആകും ഓരോ വിശ്വാസിയുടെയും മനസ്സ്. അതിനുവേണ്ടി നമ്മൾ ഒരു തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമുക്കൊരു വാമപ്പ് ഉണ്ട്. ഒരു എക്സസൈസും ഇല്ലാതെ കളിക്കളത്തിലേക്ക് ഓടിപ്പോയാൽ പരിക്ക് പറ്റിയിട്ട് കളി പൂർത്തിയാക്കാൻ പറ്റാതെ ആ കളിക്കാരൻ കയറിപ്പോരും. അതിന്റെ കളി ആരംഭിക്കുന്നതിന്റെ മുമ്പ് ഒരു വാമപ്പ് ഉണ്ടാവും. കളി ആരംഭിക്കുന്നതിന്റെ മുമ്പ് നീണ്ട പരിശീലനങ്ങൾ ഏർപ്പെടും. ഇങ്ങനെയായിരിക്കും റമളാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൈതാനമാണ്, വസന്തത്തിന്റെ കാലമാണ്. നന്മകൾ മത്സരിച്ച് വാരിക്കൂട്ടാനുള്ള ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് കാണേണ്ടുന്ന സാബിഖൂ ഇലാ മഗ്ഫിറ, നിങ്ങൾ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് മത്സരിച്ച് മുന്നേറുക. സാരിഊ ഇലാ മഗ്ഫിറ, പാപമോചനത്തിലേക്ക് അതിവേഗം ധൃതി കൂട്ടി മുന്നേറുക. മത്സരവും ധൃതിയും സമയമൊട്ടും നഷ്ടപ്പെടുത്താതെയും മുന്നോട്ടുള്ള കുതിപ്പ് ഒരു മത്സര ബുദ്ധിയോടുകൂടി കാണേണ്ടുന്ന ഒരു മാസം. അതിനു മുമ്പ് നിങ്ങൾ നടത്തേണ്ടുന്ന ഒരു എക്സസൈസ് ഉണ്ട്, നമ്മൾ നടത്തേണ്ടുന്ന ഒരു വാമപ്പ് ഉണ്ട്. അത് നടത്തേണ്ടുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഈ ശഅബാനിന്റെ സമയങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ 1-2 കാര്യം സൂചിപ്പിച്ചിരുന്നു. ഖുതുബ കഴിഞ്ഞ് 1-2 പേര് വന്നിട്ട് പറഞ്ഞു, ശരിക്ക് പ്രത്യേകിച്ച് കുടുംബത്തോടൊക്കെ സലാം പറയാം. കുടുംബ ബന്ധങ്ങളിൽ അല്പം ഇങ്ങനെ ഒരു മാനസികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ പോലും ഞങ്ങളത് ലയിച്ചു ചേരുന്നില്ല. ഞങ്ങൾ കുടുംബം ഒരു ഒറ്റടിക്കണ് ലയിച്ചു ചേരാത്ത വിധത്തില് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് എന്നല്ലാതെ അതിനൊരു ഹൃദ്യത കിട്ടുന്നില്ല. പക്ഷേ റമളാന്റെ മുമ്പ് ഞങ്ങൾ തീരുമാനിച്ച് അല്പം കൂടി ഒരു കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ഹൃദ്യത ഉണ്ടാക്കിയെടുക്കണം, ഒന്നും കൂടി സമാധാനം ഉണ്ടാക്കിയെടുക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരൻ തമ്മിലുള്ള ബന്ധം, ആങ്ങളി പെങ്ങളിലുള്ള ബന്ധം, ഇങ്ങനെ വളരെ രക്തബന്ധത്തിൽ തന്നെ ഉള്ള ആളുകൾക്ക് തമ്മിൽ ഒരു ഹൃദ്യത കിട്ടുന്നില്ല. റമളാന്റെ മുമ്പായിട്ടുള്ള സമയങ്ങൾ എങ്ങനെ കുടുംബത്തിൽ ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും, ഹൃദ്യത കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. കാരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കറിയാം അതിലൊന്നും നമുക്ക് സമയമില്ലാത്ത വിധത്തിൽ നമ്മളിങ്ങനെ വേറെ ഒരു ലോകത്ത് പല ആളുകളുടെയും പിടിയിൽ വിട്ടിട്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. സമയം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പെരുമാറ്റ മര്യാദകൾ, ജീവിതത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മനുഷ്യരോട് ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം.
അതിൽ പ്രധാനപ്പെട്ടതാണ് കുടുംബ സന്ദർശനങ്ങൾ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉറപ്പിക്കുക ഇതിന്റെ അവസാനത്തെ റമളാൻ. എനിക്കിനി റമളാൻ ഇല്ല. നമ്മൾ എന്തോ ഒരു കാരണത്താൽ അള്ളാഹ് ബാക്കി വെച്ചതാണ്. കഴിഞ്ഞ റമളാന് വാപ്പ ഉണ്ടായിരുന്നു, ഈ റമളാനായപ്പോ വാപ്പ പോയിട്ടുണ്ട്. കഴിഞ്ഞ റമളാൻ അനിയൻ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠ ഉണ്ടായിരുന്നു. ഈ റമളാനപ്പോൾ ചില കുടുംബത്തിലെ പല ആളുകളുടെയും ജ്യേഷ്ഠൻ അഞ്ചന്മാരും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയ റമളാന്റെ സമയത്ത് സ്വന്തം ഉടപ്പുറപ്പ്, സ്വന്തം സുഹൃത്ത്, നമ്മുടെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയണം, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവര് നമ്മളെ ബാക്കിയാക്കിയിട്ട് അവരല്ലാഹിലേക്ക് യാത്രയായിട്ടുണ്ട്. അപ്പൊ എന്തോ ഒന്ന് അള്ളാഹ് എന്നെ കൊണ്ട് കരുതിട്ടുണ്ടാവുമല്ലോ. എന്ത് പിന്നെ ആയുസ്സിനെ പിടിക്കാതെ വാപ്പാനെ പിടിച്ച്, എന്റെ ആയുസ്സിനെ പിടിക്കാതെ എന്തേ എന്റെ അനിയനെ പിടിച്ചത്, എന്റെ ആയുസ്സിനെ പിടിക്കാതെ എന്തേ എന്റെ സുഹൃത്തിനെ പിടിച്ചത്? ഒരവസരം കൂടി അള്ളാഹ് എനിക്ക് നൽകിയിട്ടുണ്ടാവുമല്ലോ. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഒരു റമളാനും കൂടി ജീവിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 6 മാസം കഴിഞ്ഞാൽ, റമളാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹ് സ്വീകരിക്കണമേ എന്റെ കർമ്മങ്ങൾ. അടുത്ത 6 മാസത്തിന്, ഈ 6 മാസം കഴിഞ്ഞാൽ റമളാന്റെ തൊട്ട് മുമ്പുള്ള 6 മാസത്തിന് വേണ്ടിയിട്ട് റസൂൽ പ്രാർത്ഥിക്കും, അള്ളാഹു ബല്ലിഗനാ റമളാൻ, റമളാനിലേക്ക് എന്നെ എത്തിക്കണം. റമളാനിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മഹാ സൗഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, റമളാന്റെ മുമ്പ് പടച്ച റബ്ബ് നമ്മളെ മാത്രം ഇവിടെ അവശേഷിപ്പിച്ചതിന് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ റമളാനിലെങ്കിലും അവരൊന്ന് മുതലെടുക്കട്ടെ, ഈ റമളാനിലെങ്കിലും പ്രയോജനപ്പെടുത്തട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൊട്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണോ ഒരുക്കങ്ങൾ നടത്തേണ്ടത്, ആ ഒരുക്കങ്ങൾ മുഴുവൻ പൂർണ്ണാർത്ഥത്തിൽ നടത്തിക്കൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഷാബാൻ 30 പൂർത്തിയായി, ഷാബാൻ 29 പൂർത്തിയായിട്ട് മാസം കണ്ടു എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന രീതി നമുക്ക് ഉണ്ടാവരുത്. അതെന്താന്ന് ചോദിച്ചാൽ, അത് പ്രവേശിക്കുമ്പോഴേക്കും നോമ്പുണ്ടായി കഴിഞ്ഞിട്ട് വേണം ഈ നിന്നട് നിസ്കരിക്കാം. നോമ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞപ്പോ ഖുർആൻ കണ്ട് പാരായണം ചെയ്യാം. ഞാൻ പറയുന്നു, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ, ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, ഒരു പരിശീലനവും നടത്താതെ റമളാൻ ഒന്നിലേക്കാണ് പ്രവേശിച്ചാല് ആദ്യത്തെ ഒരാഴ്ചയും 2 ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഖിയാമുൽ ലൈൽ ഉണ്ടാവും, തറാവീഹ് ഉണ്ടാവും, ഖുർആൻ പാരായണം നടത്തുന്നുണ്ടാവും. 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ദിവസത്തിൽ നമ്മൾ എങ്ങനെയാണോ ശ്രദ്ധിച്ചിരുന്നത് ആ ഒരു ശ്രദ്ധയും ആ ഒരു ഗൗരവം 2-3 ദിവസം കഴിയുമ്പോഴേക്കും നഷ്ടപ്പെടും. കാരണം നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടില്ല, ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടില്ല. ഇന്നല്ലാഹ ജഅല ശഹ്റ റമളാന മിദ്മാറൻ, റമളാൻ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു മൈതാനമാക്കിയിട്ടുണ്ട്. മിദ്മാർ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളുടെ ഒരു ഒട്ടകപ്പോട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുന്ന ഗ്രൗണ്ടിനാണ് മിദ്മാർ എന്ന് പറയാം. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി അനുസരണത്തോടുകൂടി അള്ളാഹുവിലേക്ക് മത്സരിച്ച് മുന്നോട്ട് പോകുവാൻ, എന്റെ അടിമകൾ മത്സരിച്ച് മുന്നോട്ട് പോകുവാൻ, അതിന് മുന്നേറിയവന് വിജയിക്കും, അതിന് പിന്നിട്ടവൻ അതിൽ നിന്ന് പിറകിലായി പോയവൻ പരാജയപ്പെടും. ഇന്നേ ദിവസം ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവര് ചിരിച്ചിന്ന ദിവസം അവര് വിജയിച്ച ആളുകൾ ഉണ്ടാകും, അവരാണ് മുഹ്സിനുകളായ ആളുകൾ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമളാനിന്റെ മുന്നോടിയായിട്ടുള്ള ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. ഇപ്പൊ സ്വഭാവ പെരുമാറ്റങ്ങൾ കഴിഞ്ഞ് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക ജീവിതത്തിലും വിശുദ്ധി കൈവരിക്കുന്നവരായിട്ടായിരിക്കും നമ്മൾ റമളാനിലേക്ക് ഉണ്ടാവുക. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ചില ആളുകൾ റമളാൻ വരുന്നതിന്റെ മുമ്പ് കടബാധ്യതയെ ജീവിക്കുന്നുണ്ടാവും. ഏതൊരു ഘട്ടത്തിൽ ചിലപ്പോൾ നിർബന്ധ സാഹചര്യത്തിൽ കടം വാങ്ങും. ഈ നിർബന്ധ സാഹചര്യം എന്ന് പറയുമ്പോഴും അതിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ചില ആളുകൾ ഉണ്ടാവും ജീവിതത്തിൽ അവർക്കൊരു സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ടൊരു അച്ചടക്കം ഉണ്ടാവില്ല. അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പോക്കറ്റിൽ കാശില്ലെങ്കിലും നമ്മുടെ ഡിവൈസിൽ നിറയെ കാശുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണും, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പോകുമ്പോൾ ഉണ്ടാവും ഓഫറുകൾ ഇങ്ങനെ വരുന്നത്. ഓഫറുകൾ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നല്ലൊരു ഓഫർ വാങ്ങിയാൽ 3 എണ്ണം വാങ്ങിയാൽ ഇത്ര ശതമാനം ഫ്രീ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ 3 ഷൂ ഒക്കെ വാങ്ങും, അല്ലെങ്കിൽ 3 ചെരുപ്പുകൾ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഓഫർ, ഒരു കാലെന്ന് പറയുന്നത്. ഞാൻ കടക്കട്ടെ എന്ന് പറയും, എന്റെ വരുമാനം എത്ര, എന്റെ സോഴ്സ് എത്ര, എനിക്ക് കിട്ടുന്ന ഇൻകം എത്ര,
ഞാൻ ഇതിനനുസരിച്ചാണ് സാമ്പത്തിക ജീവിതത്തിൽ ഞാൻ എന്ത് സൂക്ഷ്മതയാണ് പുലർത്തുന്നത്. ഇങ്ങനെയൊന്നും ചില ആളുകൾക്ക് ഒരു ആലോചന ഉണ്ടാവില്ല. മാസം കഴിയുമ്പോൾ കടത്തിലേക്കത് പോകും. ഇൻകം എന്ന് പറയുന്നത് 30 മാസാവസാനം നോക്കുമ്പം പിന്നെ എന്റെ ഒരു സാമ്പത്തിക ജീവിതത്തിൽ ഒരു ശ്രദ്ധയില്ലാത്തതുകൊണ്ട്, ചിട്ടവട്ടമില്ലാത്തതുകൊണ്ട്, ഒരു വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ചില ആളുകളുടെ ബാധ്യത എന്ന് പറയുന്നത് ഇരട്ടിയായിട്ടുണ്ടാവും. വിശ്വാസികൾ പേടിക്കും. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പൊ അങ്ങനെ അറിയുന്നവരെ കേട്ടു, അതിൽ കട ഉണ്ടോന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു, ഇയാള് കടബാധ്യതനാണ്. റസൂൽ അവിടെ നിസ്കരിക്കാതെ, മയ്യത്ത് നിസ്കരിക്കാതെ പോയി. അപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഉപ്പയാണ് മരണപ്പെട്ടതെങ്കിൽ മകൻ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഏറ്റെടുക്കുകയാണെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാം. കടക്കാരന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചില്ല. ആലോചിച്ച് നോക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുന്ന ഏത് സമയത്തും ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇല്ലാതെയാവും. ഏത് സമയത്തും ഇല്ലാതെയാവും. മരിക്കണ സമയത്ത് സന്തോഷത്തോടു കൂടി സാമ്പത്തിക ജീവിതത്തിൽ വിശുദ്ധിയുള്ളവനായിക്കൊണ്ട്, കടബാധ്യതയില്ലാത്ത ഒരു ജീവിതം. റമദാൻ വരുന്നതിന് മുമ്പ് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന, എന്നിട്ട് ഇനി എന്തെങ്കിലും വീട്ടാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളൊന്ന് വിളിച്ചു പറയും. വീട്ടാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എനിക്ക് ഈ റമദാന് മുമ്പ് ഞാൻ വീട്ടണം എന്ന് വിചാരിച്ചത് കഴിയണില്ല, അത് കുറച്ചും കൂടി ഇട കിട്ടണം. നമ്മൾ രണ്ടാളും തമ്മിൽ കടം വാങ്ങിയിട്ടുണ്ടല്ലോ, 1 ലക്ഷം റുപ്യ വാങ്ങിയിട്ടുണ്ടല്ലോ, 50,000 വാങ്ങിയിട്ടുണ്ടല്ലോ. എന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങി, അടിസ്ഥാന ആവശ്യമാണ്. പെട്ടെന്നാണ് എന്റെ അമ്മ വീണത്. ഇപ്പൊ പ്രയാസായത്. എന്റെ എല്ലാ ബജറ്റും താളം തെറ്റിയിട്ടുണ്ട്, കൂട്ടിമുട്ടിക്കാൻ ഗതികേടുണ്ട്. അതുകൊണ്ട് ഞാൻ കടക്കാരനാണുള്ളത്. റമദാന്റെ സമയത്ത് അത് കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് റമദാൻ വരികയാണ്, എനിക്ക് കുറച്ചും കൂടി അവധി കിട്ടും. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലാത്ത തോന്നലുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് ശുദ്ധനായിക്കൊണ്ട് റമദാനിക്ക് പ്രവേശിക്കും. ചില ആളുകൾ സാമ്പത്തിക ജീവിതത്തിൽ ഒട്ടും അച്ചടക്കമായി. നിങ്ങൾക്കറിയോ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പലിശ വന്നു കൂടിയിട്ടുള്ളതെന്ന്? എല്ലാവർക്കും ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ജീവിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പോക്കറ്റിൽ ഇപ്പൊ നമ്മുടെ കാശില്ല, കറൻസി ഇല്ല, ഡിജിറ്റൽ കറൻസിയാണുള്ളത്. നമ്മൾ ശ്രദ്ധിക്കൂല. എന്റെ ATM-ൽ എത്ര ഉണ്ട്, എന്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്, അതിന് പലിശ ഉണ്ടോ, 1000 ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്, ഇതിന്റെ സമ്പാദ്യം ഒരു വർഷത്തിന്റെ ഇടയിൽ ബാങ്കിലൂടെ ഇത്ര കടന്നു പോയിട്ടുണ്ട്, ഇനി ഇത്ര കടന്നു പോയപ്പോ തന്നെ ഒരു വർഷത്തിന്റെ ഇടയിൽ പലിശയിൽ എത്ര ഇതാണ് ഉള്ളത്, ആ പലിശയിൽ നിന്ന് നിന്റെ മക്കളെ തീറ്റിച്ചിട്ടുണ്ടോ, എന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിപ്പോയപ്പം പലിശന്റെ എമൗണ്ട് കൊണ്ട് തുക കൊണ്ട് ഈ സാധനം വാങ്ങിയിട്ടുണ്ടോ, എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ കുപ്പായം വാങ്ങിയ സമയത്ത് പലിശന്റെ അക്കൗണ്ട് കൊണ്ട് തുക കൊണ്ട് ഞാൻ കുപ്പായം വാങ്ങിയിട്ടുണ്ടോ, എന്റെ വണ്ടിക്ക് ഞാൻ എണ്ണടിച്ച സമയത്ത് ജീപ്പ ചെയ്തപ്പം അതിൽ വന്ന പലിശന്റെ കണക്കുണ്ടോ? ഈ ഓർമ്മയും ബോധമൊന്നുമില്ലാതെ നമ്മൾ റമദാനിൽ പ്രവേശിക്കും. സാമ്പത്തിക ജീവിതത്തിൽ ചില ആളുകൾ സക്കാത്തിനെ കുറിച്ച്, സ്വതക്കയെ കുറിച്ച്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടി പോലും നിങ്ങളിൽ നിന്ന് പടച്ച റബ്ബിന്റെ സന്നിധാനത്തിൽ നിങ്ങൾക്ക് കൈവക്കാൻ കഴിയില്ല. ഒരു അടി പോലും നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അൻമാലിഹി, നിങ്ങളുടെ ധനത്തെ കുറിച്ച്, നിങ്ങൾ അത് എവിടുന്ന് സമ്പാദിച്ചു, നിങ്ങൾ എങ്ങനെ അത് ചെലവഴിച്ചു, നിങ്ങളുടെ സമ്പാദ്യം എവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു, നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു. സാമ്പത്തിക ജീവിതത്തിലുള്ള ചിട്ടവട്ടങ്ങൾ സക്കാത്തിന്റെ അവകാശികളാണ്. വിശ്വാസികളുടെ വിജയിച്ച വിശ്വാസികളുടെ ഗുണങ്ങളെ എണ്ണി പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയാണ് സക്കാത്തിന്റെ വിഷയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടാവും, അതിന് കണക്കും കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് റമദാൻ വരികയാണ്. റമദാന്റെ പ്രത്യേകതയുണ്ട്. സക്കാത്തൊക്കെ ഒന്ന് കണക്ക് കൂട്ടാനും പറ്റുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. അപ്പൊ ഈ സമയത്ത് ഞാൻ സക്കാത്ത് കൊടുക്കാനുണ്ടോ? ഇസ്ലാമിന്റെ അടിസ്ഥാനമാണല്ലോ. നമസ്കാരത്തെ കുറിച്ചിട്ടും സക്കാത്തിനെ കുറിച്ചിട്ടും പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഒരുമിച്ച് പറയും നമുക്ക് കാണാൻ പറ്റും. നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും? നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത, നിസ്കാരം ഒരു നാട്ടിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത. പള്ളി ഉണ്ടാക്കും, മുഅദ്ദിനെ വെക്കും, ഇമാമിനെ വെക്കും, അതിന് കൃത്യമായ സമയം നമ്മൾ വെക്കും, അതിന് ഓരോ നിസ്കാരത്തിനെ കുറിച്ചിട്ടും പള്ളി, അതിന്റെ ചുറ്റുപാടുകൾ, അന്തരീക്ഷങ്ങളൊക്കെ വെക്കും. ഇതേ പില്ലർ തന്നെയാണല്ലോ, ഇസ്ലാമിന്റെ അടിസ്ഥാന പില്ലറാണല്ലോ സക്കാത്ത്. നാട്ടിൽ നമ്മൾ സക്കാത്തിനെ കുറിച്ചിട്ടും സക്കാത്തിന്റെ ആളുന്നതിന്റെ കണക്ക് ഞാൻ കൊടുക്കേണ്ടതുണ്ടോ?
എനിക്ക് ഇത്ര വരുമാനമുണ്ട്, ആ സക്കാത്തിന്റെ അവകാശം. ഇത് നമ്മുടെ ധനല്ല, വേറെ തന്നെ പറയേണ്ട ഒരു വിഷയമാണ് സക്കാത്ത്. പക്ഷെ വിശ്വാസി കണക്ക് നോക്കുന്ന, ഞാൻ സക്കാത്ത് കൊടുക്കുവാൻ എന്റെ കയ്യിൽ മറ്റുള്ളവരുടെ സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവരുടെ സമ്പാദ്യം ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ ഔദാര്യമൊന്നുമല്ല, മറ്റുള്ളവരുടെ അവകാശം. അപ്പൊ മറ്റുള്ളവരുടെ അവകാശം എന്റെ കയ്യിലുണ്ടോ? നിങ്ങൾ നമസ്കാരം നിലനിർത്തുന്നത് പോലെ തന്നെ സക്കാത്ത് നൽകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധ വേണം. ഈ സക്കാത്ത് കൊടുക്കാൻ സമ്പത്തില്ല, എന്നാൽ പോലും റമദാനിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിച്ച് വീശുന്നത് പോലെ സ്വതക്കും ദാനധർമ്മങ്ങളും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരികളോട് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്, റമദാൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ നമ്മളൊന്നിരിക്കുക. അതാരാണോ വീട്ടിലെ ഗൃഹനാഥൻ, ആ ഗൃഹനാഥന്റെ ചുറ്റിലും നമ്മൾ ഇരുന്നിട്ട് മക്കളെയും കൂട്ടിയെടുത്ത, ഭാര്യയും കൂട്ടിയെടുത്ത, വേറെ ആരാ നമ്മുടെ വീട്ടുകളിൽ അവരെയും കൂട്ടിയെടുത്ത. റമദാന്റെ സമയം എന്നുള്ള ബജറ്റ് താളം തെറ്റാനുള്ള സമയമല്ല, താളം തെറ്റാനുള്ള സമയമല്ല. നമ്മൾ മക്കളോട് പറയും, എനിക്ക് ഇന്ന് ഇത്രയൊക്കെ വരുമാനം, സക്കാത്ത് ഒന്നും ഇപ്പൊ അത് കൊടുക്കാനില്ല, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാന്റെ സമയത്ത് സക്കാത്ത് കണക്കൂട്ടിയിട്ട് ഇപ്പൊ കൊടുക്കും. ഇനി സക്കാത്ത് കൊടുക്കാൻ സമ്പാദ്യമൊന്നുമില്ല, അതേസമയം അള്ളാഹ് ഗ്രഹിച്ചിട്ട് സമ്പാദ്യത്തിന് ഒരു ബർക്കത്ത് ഉണ്ടായിട്ടുണ്ട്, ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. റമദാന്റെ സമയത്ത് സ്വതക്കും ദാനധർമ്മത്തിനും വേണ്ടിയിട്ട് ഇത്രയാണ് നീക്കി വെക്കും. നമ്മുടെ വീട്ടിലെ റമദാൻ എങ്ങനെ ഉണ്ടാവുക? എപ്പോഴാണ് നമ്മൾ അത്താഴത്തിന് നീക്കുക? അത്താഴത്തിന് ഒരു ബർക്കത്തുണ്ട്. സാധ്യമാകുന്ന നമസ്കാരങ്ങൾ എങ്ങനെ നമുക്ക് ജമാഅത്തായി അനുഷ്ഠിക്കാൻ പറ്റും? ഇങ്ങനൊരു അജണ്ടയോട് കൂടിയിട്ട് റമദാന്റെ മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇരിക്കുക. ഇവിടെ ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് കടന്നു നോക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ചില ശീലങ്ങൾ ചിലപ്പം അത് ഹറാമാവും, അത് ഹലാലിന്റെയോ ഹറാമിന്റെയോ പരിധിയിൽപ്പെടാത്ത തന്നെ ചില ശീലങ്ങൾ ഉണ്ടാവും. ആ ശീലങ്ങളെയും റമദാൻ വരുന്നതിന് മുമ്പ് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ഈ റമദാൻ നമ്മൾ വിചാരിക്കണം, എന്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ശീലങ്ങൾ ഉണ്ടല്ലോ. നമുക്കറിയാലോ, നമ്മുടെ ഒരു എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എമിഗ്രേഷന്റെ മുമ്പ് കൊണ്ടുപോകാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളെ ഹാൻഡ് ബാഗിൽ വെക്കാൻ പാടില്ലാത്തത്, കയ്യിൽ വെക്കാൻ പാടില്ലാത്തത്, എല്ലാ ബോഡി ചെക്കപ്പും നമ്മൾ നടത്തും. എല്ലാ തരത്തിലും ബാഗ് നോക്കും, ബെൽറ്റ് ഫുൾ അയച്ചിട്ട് നോക്കും, ചെരുപ്പ് ഷൂ ഇട്ടെങ്കിൽ അത് നോക്കും. കാരണം ചില ഹാംഫുള്ളായ മാരകമായ ആയുധങ്ങൾ കയ്യിലുണ്ടോ? റമദാൻ വരുന്നതിന് മുമ്പ് മാരകമായിട്ടുള്ള എന്തെങ്കിലും ഹൃദയത്തിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഈ മാരകമായതെന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഉണ്ടാവും നമ്മൾക്ക് കളവ് പറയുന്ന ശീലം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ശീലം ഉണ്ടാവും, അല്ലെങ്കിൽ തട്ടുത്തരം പറയുന്ന ശീലം ഉണ്ടാവും, അല്ലെങ്കിൽ തെറി വിളിക്കുന്ന ശീലം ഉണ്ടാവും. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല. അല്ലെങ്കിൽ ചിലപ്പോ ഇതുപോലെ തന്നെ തട്ടുത്തരം പറയുന്ന, തെളി കുറിക്കുന്ന ശീലം ഉണ്ടാവും. നമ്മുടെ ശീലങ്ങൾ, പതിവ് ശീലങ്ങൾ, ആ ശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടാവും. പല കോലത്തിലുണ്ടാവും. സ്വഭാവത്തിന്റെ വിഷയത്തിൽ ചില ദുശീലങ്ങൾ ഉണ്ടാവും, നമ്മുടെ പ്രകൃതത്തിൽ ചില ദുശീലങ്ങൾ ഉണ്ടാവും, നടത്തത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. സ്വന്തത്തെ തിരിച്ചറിഞ്ഞവൻ അല്ലാതെ തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനത്തെ ചില ശീലങ്ങൾ നമുക്കുണ്ടോ? പണ്ഡിതന്മാർ വിശദീകരിച്ചു. പ്രത്യേകിച്ച് നിങ്ങൾ 4-5 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാല്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഹറാമിന്റെ ഹലാലിന്റെ വിഷയത്തിൽ നമ്മൾ വെക്കാൻ പാടില്ല. അതേസമയം തന്നെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വൈകി ഉറങ്ങുക. എന്നിട്ടോ സ്വാഭാവികമായിട്ട് വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകി. മറ്റൊന്നാണ് അമിതമായിട്ട് ഉറങ്ങുക. സുബൈക്ക് ഉറങ്ങുക, രാവിലെ ഉറങ്ങുക. ഏറ്റവും നല്ല ഒരു മനുഷ്യൻ സജീവമാകേണ്ടുന്ന സമയത്ത് ഉറങ്ങുക. വൈകി ഉറങ്ങുന്നത് അപകടമാണ്, ധാരാളം ഉറങ്ങുന്നത് അപകടമാണ്. പകലിലുറങ്ങുക. വൈകി ഉറങ്ങി എന്താ സംഭവിക്കുക? നമ്മുടെ ശീലങ്ങൾ നമുക്കറിയാം. നമ്മളിങ്ങനെ സ്ക്രീനിൽ തന്നെ ഡിജിറ്റൽ യുഗത്താണ്, അതുപോലെ തന്നെ റീൽസിന്റെ യുഗത്താണ്. ഒരു റീൽസ് എന്ന് പറഞ്ഞാൽ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ കാത്തു നിൽക്കുന്നത്. അപ്പൊ ആ റീൽസിൽ നിന്ന് നമ്മൾ ഒന്നിട്ട് പോകും, അടുത്ത റീൽസിലേക്ക് വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലും ഇങ്ങോട്ട് അഡിക്റ്റ് ആക്കി കഴിയും. അഡിക്ഷൻ ആണെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങൾക്ക് നോമ്പുണ്ടാവണം. പഠിപ്പിച്ചല്ലോ, നിങ്ങൾ കൊള്ളവർത്തമാനങ്ങളും നിങ്ങളുടെ ഇതുപോലുള്ള ചീജവർത്തമാനങ്ങളും ദുസ്വഭാവങ്ങളും ഉപേക്ഷിക്കാത്തോളം കാലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമല്ല. കയ്യിന് നോമ്പ് വേണം, കണ്ണിന് നോമ്പ് വേണം, തലച്ചോറിന് നോമ്പ് വേണം, കൈകാലുകൾക്ക് നോമ്പ് വേണം, ഗുഹ്യാവയവങ്ങൾക്ക് നോമ്പ് വേണം. എന്നതുപോലെ തന്നെ നോമ്പ് വേണ്ട ഒരു അവയവമാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. കൊണ്ടു നടക്കുന്ന മൊബൈലിനും വേണം നോമ്പ് എന്ന് പറയുന്നത്. കൊണ്ടു നടക്കുന്ന മൊബൈലിനും വേണം നോമ്പ്. സ്ക്രീൻ ടൈം എത്രയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? എന്തൊക്കെയാ നമ്മൾ കടന്നു പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മൾ അറിയില്ല എങ്ങനെ ഇതിനെ അഡിക്റ്റ് ആയിരിക്കും. നമ്മൾ അറിയില്ല. നമ്മുടെ സുഹൃത്ത് ചിലപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയും, എടാ എന്റെ അടുത്ത് ആ നമ്പർ ഇല്ല, ഈ ആ നമ്പർ ഒന്ന് ആയിക്കോട്ടോ എന്ന് പറയും.
അപ്പൊ നമ്മൾ ആ നമ്പർ അയക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാരം ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എഴുതാം, ഫേസ്ബുക്കിൽ നിന്ന് ആയിരിക്കും. അപ്പൊ ഫേസ്ബുക്കിൽ ആ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴേക്കും ആ വീഡിയോ ഇൻസ്റ്റയിൽ കിടക്കുക. ഇൻസ്റ്റയിൽ നമ്മൾ പോകും. ഇൻസ്റ്റയിലായിരിക്കും ചിലപ്പോൾ വേറെ ലിങ്ക് നമ്മൾ യൂട്യൂബിലുണ്ടാകും. അവിടുന്ന് അങ്ങോട്ട് നമ്മളങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ഫോണ് നമ്മൾ കയ്യിലെടുത്തത് എന്തിനാ? നേരത്തെ ഒരു 10-15 മിനിറ്റ് മുമ്പ് നമ്മളെ വിളിച്ചിട്ട് നമ്പർ ചോദിച്ച ഒരുത്തർ നമ്പർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ കയ്യിൽ ഫോൺ എടുത്തത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കറങ്ങി ഫേസ്ബുക്കിൽ നിന്ന്, ഇൻസ്റ്റയിൽ നിന്ന്, സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി അവസാനം നമ്മൾ ആ പണി തന്നെ നമ്മൾ മറന്നിട്ടുണ്ട്. നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ഞാനും എന്റെ ഡിവൈസും, ഞാനും എന്റെ മൊബൈൽ ഫോണും, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയും എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ചില ശീലങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ബുദ്ധിയും ഒരു കഴിവും കൂടി ഒരു പ്രാപ്തിയും കൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹ് നമുക്ക് അവസരം നൽകുകയാണ്. പടച്ച റബ്ബ് നമുക്ക് അവസരം നൽകുകയാണ്. ആ അവസരത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ മറന്നുപോയത് അള്ളങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹ് നൽകുന്നുണ്ട്. ഇല്ലാ മാഷാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. നിങ്ങൾ എല്ലാ രഹസ്യവും പരസ്യവും എല്ലാം പടച്ച റബ്ബ് അറിയാം. ഫമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. നിങ്ങൾ അള്ളാഹുവിന്റെ ഈ ഇതിനെ ഭയപ്പെടുകയും വമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം താല്പര്യങ്ങളിൽ നിന്ന്, ഇച്ഛയിൽ നിന്ന്, അഭിലാഷങ്ങളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്താൻ നമുക്ക് ആർക്കൊക്കെ കഴിയുമോ? സ്വന്തം അഭിലാഷങ്ങളെ അരക്കിട്ട് ഉറപ്പിക്കാൻ, അതിന് മൂക്കുകയറിടാൻ, ഇച്ഛയെ മൂക്കുകയറിടാൻ, താല്പര്യങ്ങളെ മൂക്കുകയറിടാൻ, ഭൗതികമായ എല്ലാ പ്രലോഭനങ്ങളുടെ മുമ്പിലും ഈമാനോട് കൂട്ടിയിട്ട് തഖ്വയോട് കൂട്ടിയിട്ട് നിലനിൽക്കാൻ നമുക്ക് കഴിയാം. ആ ആളുകൾ വിജയിക്കുന്നുള്ളതാ. സ്വന്തം മനസ്സിനെ ഇതുപോലെ തന്നെ ഒരുക്കിയെടുത്ത മനുഷ്യർ അവർ വിജയിക്കും. അതിനെ കീഴ്പ്പെടുത്തിയവൻ പരാജയപ്പെടും. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ, ഇനി റമദാന്റെ മുമ്പ് നമുക്കൊരു വെള്ളിയാഴ്ച കൂടെ കിട്ടാം. ഏതാനും ദിവസങ്ങൾ, ആ ദിവസങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ റമദാനിന്റെ മുമ്പുള്ള പല ആളുകളും റസൂൽ തന്നെ പറഞ്ഞതുപോലെ റജബിന്റെയും റമദാനിന്റെ ഇടയിലുള്ള ശഅബാൻ മാസത്തെ കുറിച്ചിട്ട് പല ആളുകളും അശ്രദ്ധരായിരിക്കും. ആ അശ്രദ്ധരായുള്ള കൂട്ടത്തിൽ പെട്ടുപോവാതെ ഗൗരവത്തോടു കൂടിയിട്ട് ഈ വരുന്ന റമദാൻ ജീവിതത്തിന്റെ അവസാനത്തെ റമദാൻ ആയിരിക്കും എന്നുള്ള ബോധത്തിൽ എന്റെ ജീവിതായുസ്സിൽ ഞാൻ എടുത്ത റമദാൻ കാലങ്ങളിൽ എനിക്ക് ഏറ്റവും നന്മകൾ നിറഞ്ഞ അള്ളാന്റെ മുമ്പിൽ പറയാൻ പറ്റുന്ന റമദാൻ ആയിരിക്കും വരുന്ന ആളുകളുടെ റമദാൻ എന്ന ഒരു ഉറപ്പിൽ വേണം ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. വേണ്ട ആസൂത്രണങ്ങൾ നമ്മൾ നടത്തുക, ആത്മീയമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക, മാനസികമായ തയ്യാറെടുപ്പുകൾ നടത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വഭാവവും സാമ്പത്തികവും ധാർമ്മികവും ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ആ നമ്മുടെ എന്തെങ്കിലും പാപക്കറകൾ ഉണ്ടെങ്കിൽ ആ കറകളോട് കൂടിയിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അത് മുഴുവൻ വൃത്തിയാക്കി മുഴുവൻ തേച്ചുടച്ച്, അതാണ് റമദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. റമദാന്റെ അർത്ഥം തന്നെ അതാണ്. നിങ്ങളൊരു സൗമ് എന്ന് പറഞ്ഞാൽ പരിചയമാണ്. റമദാന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ കണ്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പൊറുക്കിയെടുത്തിട്ട് നടുമത്തത്തിൽ ഇട്ടിട്ട് നമ്മൾ കരിച്ചു കളയുകയോ കത്തിച്ചു കളയുകയോ. ഇതിനാണ് റമദാൻ എന്ന് പറയുന്നത്. ചാറ്റൽ മഴ എന്നുള്ള അർത്ഥമുണ്ട്. അള്ളാഹുവിന് അനുഗ്രഹമായിട്ട് പെയ്യുന്ന കാരുണ്യത്തിന്റെ മഴ. അതുപോലെ തന്നെ എല്ലാ മാലിന്യങ്ങളെയും, എല്ലാ കറകളെയും, എല്ലാ വിഷപ്പാമ്പുകളെയും എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവൻ ഒരുക്കി നടുമധ്യത്തിലിട്ടിട്ട് ചുട്ടുകരിക്കുന്നതാണ്. അതും കൂടി റമദാനാണ്. ആ ഗൗരവത്തിൽ അതിനെ കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി പടച്ച റബ്ബിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സാധ്യമാകുന്ന വിധം ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അത് ആ പ്രാർത്ഥനയിൽ അല്ലാഹുവേ റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടി നൽകണമേ എന്ന് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആയുസ് മാത്രം പോരാ, നല്ല ആരോഗ്യവും, നോമ്പെടുക്കാനുള്ള ആരോഗ്യവും, രോഗങ്ങളൊന്നുമില്ലാതെ ക്ഷീണമില്ലാതെ നല്ല മനസ്സും, ആ മനസ്സും നല്ല ആരോഗ്യവും
അതിനു വേണ്ടിയിട്ടും നിരന്തരമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യവും പടച്ചറപ്പിനോട് ധാരാളമായിട്ട് നമ്മൾ പറയുക. നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഹമ്മദ് കുട്ടി സാഹിബ് കുണ്ടലക്കാടൻ, അദ്ദേഹത്തിന്റെ മകളെ ഭർത്താവ് മരുമകൻ ഫൈസൽ, അവര് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് വലിയ പ്രയാസത്തിലാണ്, അതിന്റെ ചികിത്സയിലാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയാണ് ഏത് മരുന്നിനേക്കാളും ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയാണ് ഷിഫ. പ്രാർത്ഥന എല്ലാത്തിനെയും തട്ടിമാറ്റും. അള്ളാന്റെ കലാഹിനെ വരെ തട്ടിമാറ്റാനുള്ള ശക്തി പ്രാർത്ഥനക്കുണ്ടെന്ന്. അപ്പൊ ആ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. വേറെയും പല ആളുകൾ പല കാര്യങ്ങളും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മറ്റും സാമ്പത്തിക പ്രയാസപ്പെടുന്നവരൊക്കെ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഇടമുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളോട് ഇനി കരുണ കാണിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമ്മുടെ ചെറുപ്പയുടെ ജീവിതത്തിൽ ഇനി എളുപ്പം നൽകണേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ. അള്ളാഹു അവർക്കൊക്കെ നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ മറ്റു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരോട് നീ കരുണ കാണിക്കണേ നാഥ. അള്ളാഹുവെ, പരിശുദ്ധ റമദാനിൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. റഹമുറാഹിമായ റബ്ബേ, ആ റമദാനിനെ നോമ്പനുഷ്ഠിക്കുവാൻ, റമദാനിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇനി തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവെ, റമദാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ് നീട്ടി നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ആരോഗ്യം നൽകണേ നാഥ. നല്ല മനസ്സ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ സന്നിധാനത്തിലേക്ക് യാത്ര പോയ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം പലരും ഉണ്ട്. ഈ റമദാനിൽ അവർ ഞങ്ങളോടൊപ്പം ഇല്ല. അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾക്ക് മുമ്പേ നിന്നിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഏറ്റവും നന്നായിട്ട് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അവർ ഖബറിടത്തിലാണ്. അള്ളാഹുവെ, ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. പ്രവാചകന്മാരോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സലഫു സ്വാലിഹീങ്ങളോടൊപ്പം, സജ്ജനിതരോടൊപ്പം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നിങ്ങളെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. കരുണാവാരിധിയായ നാഥ, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നവനായ നാഥ, ജീവിതായുസിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പറ്റിപ്പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ല തമ്പുരാനെ, ശിക്ഷിക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ, ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, നിന്റെ സ്വർഗം കൊതിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. രഹസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, പരസ്യമായി ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ, ധാരാളം സൽക്കർമ്മങ്ങൾ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. കരുണാവാരിധിയായ നാഥ, അതൊക്കെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ധാരാളം പ്രതിഫലം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.